മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സമ്മേളന വേദിയിൽ സംസാരിക്കുകയാണ് തത്സമയം. നല്ല വിദ്യാഭ്യാസ യോഗ്യത നേടിയ ചെറുപ്പക്കാരാണ് ഇന്ന് വിദേശങ്ങളിലേക്ക് പോകുന്നത്. ഏത് സാങ്കേതിക രംഗം പരിശോധിച്ചാലും, അത് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളടക്കം ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും മലയാളിയെ കാണാൻ നമുക്ക് സാധിക്കും. എല്ലായിടങ്ങളിലും മലയാളിയുണ്ട്. ഇവിടുന്ന് വിദ്യാഭ്യാസം നേടിപ്പോയവരാണവർ. ആ രീതിയിലുള്ള യോഗ്യത നേടിയ ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കഴിയുകയാണ്. ഈ ജോലിയുടെ ഭാഗമായുള്ളത് മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നല്ലതുപോലെ ബിസിനസ് നടത്തി സമ്പാദ്യമുണ്ടാക്കിയ ഒട്ടേറെ ആളുകളുണ്ട്. ലോകത്തിലെ തന്നെ സമ്പന്നരുടെ പട്ടികയിൽപ്പെട്ട മലയാളികളുണ്ട്. ഇവരുടെയെല്ലാം സമ്പത്ത് നല്ല രീതിയിൽ സ്വന്തം നാട്ടിൽ നിക്ഷേപിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. അതിന് പ്രോത്സാഹജനകമായ സമീപനം നാം സ്വീകരിക്കേണ്ടതുണ്ട്. ചിലർ ചെയ്യുന്നുണ്ട്, നേരത്തെ തന്നെ ചെയ്തവരുണ്ട്, ഇപ്പോഴും ചെയ്യുന്നവരുണ്ട്. പക്ഷേ അത് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം. വലിയ സമ്പന്നരുടെ കാര്യം മാത്രമല്ല, ഇത്തരം ആളുകളുടെയെല്ലാം കയ്യിൽ അവർ സമാഹരിച്ച വിഭവമുണ്ടാകും. ആ വിഭവശേഷി, അവരുടെ സമ്പത്ത് നല്ല രീതിയിൽ സംസ്ഥാനത്ത് എങ്ങനെ നിക്ഷേപിക്കാൻ പറ്റും, ആ കാര്യങ്ങൾ ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതോടൊപ്പം നമ്മുടെ നാട് നല്ല ശക്തമായ സഹകരണ മേഖലയുള്ള നാടാണ്. ആ സഹകരണ മേഖലയുടെ സമ്പത്ത് നല്ല രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. സഹകരണ മേഖലയിൽ നിക്ഷേപവും നല്ലതുപോലെ വർദ്ധിക്കുന്നുണ്ട്. ആ നിക്ഷേപം എങ്ങനെ ഫലപ്രദമായി നാടിൻ്റെ പൊതുവികാസത്തിന് ഉപയോഗിക്കാൻ കഴിയും, ആ കാര്യവും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് ബിസിനസ് കാര്യങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ ചില ബിസിനസ് കാര്യങ്ങളും ഉണ്ടാകും. പക്ഷേ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരണ മേഖലയുടെ ഫണ്ടടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇടപെടാൻ കഴിയുന്ന നിലയുണ്ടാകും. ചിലപ്പോൾ കാർഷിക രംഗത്ത് അത്തരത്തിലുള്ള ഇടപെടലുകൾ കാർഷിക രംഗത്തെ തന്നെ വലിയ തോതിൽ മാറ്റിമറിച്ചു എന്ന് വരും. ഇങ്ങനെയുള്ള നാടിൻ്റെ വികസന കാര്യങ്ങൾക്ക് ആ ഫണ്ട് ശരിയായ രീതിയിൽ ഉപയോഗിക്കണമെന്നാണ് കാണുന്നത്. നമ്മുടെ നാട് വലിയ സമ്പന്നമായ നാടല്ല. എന്നാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളിൽ നല്ലൊരു ഭാഗം ആളുകളിൽ അവർ സ്വരൂപിച്ചു വെച്ച സമ്പത്തുണ്ട്. പലതരത്തിലാകാം. ചിലപ്പോൾ സ്വർണമായിട്ട് കിടക്കുന്നതാകാം, ചിലപ്പോൾ ചില നിക്ഷേപം എന്ന തരത്തിൽ കിടക്കുന്നതാകാം. അതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് കൃത്യമായ രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞാൽ കൃത്യമായ ധാരണ അവർക്കും വേണം ഇത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത്. അങ്ങനെയുള്ള പദ്ധതികൾ നാട്ടിൽ രൂപം കൊടുക്കാൻ കഴിഞ്ഞാൽ ആ വെറുതെ കിടക്കുന്ന പണം അവർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിക്ഷേപിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള സംവിധാനങ്ങൾ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? ഇത് വ്യക്തികളിലുണ്ട്, കുടുംബങ്ങളിലുണ്ട്, ചില പൊതു സംവിധാനങ്ങളിലുണ്ട്, ഒരുപാട് പൊതുസ്ഥാപനങ്ങളുടെ കയ്യിലുണ്ട്. അത്തരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയ തോതിലുള്ള വിഭവശേഷി നാടിൻ്റെ വികാസത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? ഇതും നമ്മൾ ആലോചിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ആലോചനയിലേക്ക് CPIM കടക്കുന്നത്? നമ്മുടെ നാട് മുന്നോട്ട് പോകണം. നമ്മുടെ നാട് നേരത്തെ പറഞ്ഞ രീതിയിൽ ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജീവിത നിലവാരത്തോതിലേക്ക് കേരളത്തിൻ്റെ ജീവിത നിലവാരത്തോത് ഉയരുക, ഇതാണ് നാം അംഗീകരിച്ച കാഴ്ചപ്പാട്. അതിന് ഈ തരത്തിലുള്ള നടപടികൾ നാം സ്വീകരിക്കേണ്ടതുണ്ട്. കൂടുതൽ വികസന പദ്ധതികൾ നടപ്പാക്കാൻ നമുക്ക് സാധിക്കണം. അതിന് വിഭവശേഷി ഒരു തടസ്സമായി നിൽക്കരുത്. ആ വിഭവശേഷി തടയാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുമ്പോൾ ഞങ്ങൾ
കേരളം, കേരളീയർ ഇതിനെ നേരിടും എന്ന വാശിയോടെ കേരളത്തിൻ്റെ ഭാഗമായുള്ള ഓരോരുത്തരും ഇതിലിടപെടാനും ഈ സമീപനം ശരിയായ രീതിയിൽ വിജയിപ്പിക്കുന്നതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതായിരിക്കും നാം നൽകുന്ന മറുപടി. സഹായിക്കാൻ തയ്യാറായില്ലെങ്കിൽ സഹായം തടയുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം തകർന്നു കൊടുക്കാൻ നമുക്ക് മനസ്സില്ല. അത് ഉറപ്പിച്ച് നമ്മുടെ പ്രവൃത്തിയിലൂടെ മറുപടിയായി കാണിക്കണം. നമുക്ക് ഇനിയും വളരണം, ഇനിയും മുന്നോട്ട് പോകണം. കേരളത്തിൻ്റേതായ ശരിയായ കരുത്ത് കാണിക്കാൻ തയ്യാറാവണം. ആ കരുത്തുള്ള ഒരു നാടും ജനതയുമാണ് നമ്മുടേത്. ആ ജനതയെ അതിനെ പ്രാപ്തരാക്കുക, ആ രീതിയിൽ അണിനിരത്തുക എന്നതാണ് ഈ സമ്മേളനം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞതുപോലെ കൂടുതൽ കാര്യങ്ങളിൽ കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. അടുത്തായി CPIM-ൻ്റെ സെൻട്രൽ കമ്മിറ്റി അംഗവും പുതുതായി തിരഞ്ഞെടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ KK ശൈലജ ടീച്ചർ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. സഖാവ് ശൈലജ ടീച്ചറെ ക്ഷണിക്കുകയാണ്. ബഹുമാന്യരായ നേതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, ഏറെ ആവേശകരമായ സമ്മേളനമാണ് കൊല്ലത്ത് നടന്നത്. CPM-ൻ്റെ 24-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി നടന്ന എല്ലാ പ്രാദേശിക സമ്മേളനങ്ങളും വളരെ വളരെ ആവേശഭരിതവും വളരെ വലിയ ജനപങ്കാളിത്തമുള്ളതുമായിരുന്നു. എല്ലാ ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് സംസ്ഥാന സമ്മേളനത്തിലേക്ക് വന്നപ്പോൾ വളരെ നല്ല രീതിയിൽ ആ സമ്മേളനം വിജയിപ്പിക്കാൻ കൊല്ലത്തെ സഖാക്കൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. CPIM പൊതുസമ്മേളന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാരിന് വിമർശനം, പ്രതിപക്ഷത്തിന് വിമർശനം, മാധ്യമങ്ങൾക്കും വിമർശനമുണ്ട്. നവകേരള സൃഷ്ടിക്ക് ആവശ്യമായ സഹായം കേന്ദ്രം നൽകിയില്ല എന്ന് പറയുന്നു മുഖ്യമന്ത്രി. ഒപ്പം ഇപ്പോൾ സമ്മേളന വേദിയിൽ KK ശൈലജ ടീച്ചർ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്.